ഇന്നുണ്ടല്ലോ നമുക്ക് രാവിലത്തെ കുറച്ച് തിരക്കിലേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെന്നാലോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് റെഡിയാക്കണ തിരക്കുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഞാൻ തയ്യാറാക്കി കൊടുത്തത് ഈ പുട്ടന്നെ ചെമ്പപ്പുട്ടുണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ബ്രൗൺ കളറിലിരിക്കുന്നത്. അതിന് ചെറുപയറിൻ്റെ കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് ഞാൻ തലേ ദിവസം കുതിർക്കാനിട്ടുണ്ടായി. അതൊന്ന് തിള വന്ന ശേഷം അടച്ചു വയ്ക്കാമെന്ന് വെച്ച് കുക്കറിൽ അങ്ങനെ വെച്ചേക്കാം. അതിനിടയിൽ കൂടെ പുട്ടിനുള്ള പൊടിയൊക്കെ തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി നനച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒരു പരുവമാവണ വരെ നമ്മളതൊന്ന് നനച്ച് റെഡിയാക്കണം. ഇങ്ങനെ ഉരുളയാക്കി പിടിക്കാനും പറ്റണം, എണ്ണപ്പൊടി പൊടിയായിട്ട് വീഴുകയും വേണം. അങ്ങനെ എന്നിട്ട് പിന്നെ അതൊക്കെ കൂടി തട്ടിപ്പൊത്തി വെച്ച് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ അങ്ങോട്ട് ഒഴിച്ച് അടച്ചങ്ങോട്ട് വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ കുക്കറിൽ ഇതൊക്കെ വന്ന് വിസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇനി ലെമൺ റൈസാണ് വേറൊരു ടിഫിനിൽ കൊടുത്തയക്കുന്നത്. അപ്പോൾ അതിനുള്ള അരി ഒക്കെ ഇട്ട് ഞാൻ ഇപ്രാവശ്യം കുതിർക്കാൻ വെച്ചില്ല. അപ്പോൾ തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അരി ഇതാ അങ്ങനെ കഴുകിയിടാൻ ചെയ്തേ. പിന്നെ ചെറുപയറിനുള്ള സംഭവം നമുക്ക് വറുത്തിടാനുള്ളത് അതൊക്കെ റെഡിയാക്കി വറുത്തിട്ട് പിന്നെ പുട്ടുണ്ടാക്കാൻ നോക്കിയത്. ആദ്യം കറിയൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ച് നമുക്ക് സമാധാനത്തിൽ പുട്ടൊക്കെ ഉണ്ടാക്കി. പുട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൈ വെച്ച് പൊടിച്ച് അതിലേക്ക് കറി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ വേറെ ഒരു ബോക്സിൽ അല്ലാണ്ടും കറി വയ്ക്കട്ടെ. ഇടയ്ക്ക് ചായ വയ്ക്കണം. അപ്പോൾ ഹസ്ബൻഡും കുട്ടികൾ പോയതിൻ്റെ പിന്നാലെ തന്നെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ ആൾക്ക് ചായ വെച്ച് കൊടുത്ത ആൾ കുളിക്കാനൊക്കെ ആയിട്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെ ചായ വയ്ക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ ബാക്കി നമ്മൾക്ക് ലെമൺ റൈസൊക്കെ റെഡിയാക്കണമല്ലോ. അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. മഞ്ഞപ്പൊടി കഴിഞ്ഞു. 100 പ്രാവശ്യം കടയ്ക്ക് പോയാലും മഞ്ഞപ്പൊടി പറഞ്ഞയക്കില്ല കേട്ടോ വാങ്ങിക്കാൻ. അതുകൊണ്ട് തന്നെ മഞ്ഞളിരിക്കണ്ടായി. അത് ഇടിച്ച് ചതച്ച് അതിൻ്റെ നീരണ്ടെടുത്ത് അതൊഴിച്ചു. എന്തെങ്കിലുമൊക്കെ പോകാൻ വഴി ദൈവം നമുക്ക് കാണിച്ചു തരല്ലോ. അങ്ങനെ ചെറിയ മഞ്ഞ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ലെമൺ റൈസ് ഈ ഒരു കളറിൽ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ലെമൺ റൈസ് ആണല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ മഞ്ഞ കളർ ഇല്ലാണ്ട് വെള്ള കളറിൽ വേണമെങ്കിൽ വെക്കാം. എന്താ ലൈറ്റ് യെല്ലോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞു. പിന്നെ ലെമൺ റൈസ് പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം അവൾ സ്കൂൾ വിട്ട് വന്നാലും അതിരുന്ന് കഴിച്ചോളും. പിന്നെ പുട്ടിനുള്ള നാളികേരം ഉണ്ടല്ലോ, ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അതുപോലെ ആക്കിയെടുക്കുക ചെയ്ത്. ഇപ്പോൾ ചെരുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഒരു പരിപാടി കാരണം. അപ്പോൾ അതൊക്കെ വേഗമായിപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഈ പുട്ട് വയ്ക്കുന്നതൊക്കെ. ഇതൊക്കെ റെഡിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ചെമ്പപ്പുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നാളികേരം വെക്കുമ്പോഴുള്ള അതിൻ്റെ കളർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കറിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇനി വേറൊരു പാത്രത്തിൽ കറിയും ഒഴിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒന്നിൽ ലെമൺ റൈസും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ടിഫിൻ ബോക്സ് റെഡിയാക്കണേലെ നമ്മളുടെ കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന വിഭവങ്ങളൊക്കെ. അങ്ങനെ അവരുടെ ഇതൊക്കെ ആക്കി അവരെ വിട്ടു. ഞാൻ അടുക്കള ക്ലീൻ ചെയ്യുന്നത് ചിലപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ഒരു സമാധാനത്തിൽ നിന്ന് പതുക്കെ ക്ലീൻ ചെയ്യും. ചിലപ്പോൾ ഇതാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവിടെ എവിടെയും തുടയ്ക്കലും ഇതൊക്കെ ആയിട്ട് ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ചാൽ ലാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഷോർട്ട് ബ്രേക്കിന് വേണ്ടി ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സ് അതിൻ്റെ അങ്ങനെ ഐറ്റംസ് എന്തെങ്കിലും കൊടുത്തയക്കാറുള്ളൂ. ഇന്നിപ്പോൾ മോളിന് പുട്ട് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഷോർട്ട് ബ്രേക്കിന് ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയറൊരു വിധം നിറഞ്ഞിട്ടുണ്ടല്ലോ, പുട്ട് ഇത്തിരി കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ്. മോൻ പിന്നെ എന്തായാലും കഴിച്ചോളൂ എന്നറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് അടുക്കളയിൽ കുറച്ചധികം തിരക്കിലായിപ്പോയി എല്ലാം റെഡിയാക്കി വരാനായിട്ട്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ see you in my next video. Till then, take care. Bye bye.